രജേഷ്, അല്പം മുമ്പ് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു. നാളെയാണ് വിഴിഞ്ഞം കമ്മീഷനിങ് നടക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ച്, ഭാവി കേരളത്തെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കേരളം നീങ്ങുകയാണ്. നാളത്തെ ഈ കമ്മീഷനിങ് അതോടുകൂടി ഇതൊരു വാണിജ്യ തുറമുഖമായി മാറുന്ന സാഹചര്യം വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് കേരളം എന്ന ഈ നാടിന് തന്നെയല്ലേ? ആണല്ലോ, കേരളം എന്ന നാടിന് തന്നെയാണ്. പിന്നെ ഇതിന് പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, അജ്ഞാതരുമായിട്ടുള്ള ആളുകൾ, ഭരണാധികാരികളാകട്ടെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച തൊഴിലാളികളാകട്ടെ, ആ കരാർ ഏറ്റെടുത്ത കമ്പനിയാകട്ടെ, അവർക്കെല്ലാവർക്കും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ പ്രധാനമായി ഈ കാര്യത്തിൽ ആലോചിക്കേണ്ടത്, വിഴിഞ്ഞം എന്നുള്ള ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ്. അത് ഇന്ത്യക്ക് തന്നെ വലിയ മാറ്റമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ഒരു 5000-ഓളം പേർക്ക് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എത്ര വർഷക്കാലമാണ് ഇത്രയും നമ്മുടെ ഒരു അനന്തമായൊരു സാധ്യതകൾ, ആ സാധ്യതകൾ നമ്മൾ മുരടിപ്പിച്ച് നിർത്തിയിരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിസ്മരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു രാജഭരണ കാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു തുറമുഖത്തിൻ്റെ സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. അതിനുള്ള രേഖകളുണ്ട്. അന്ന് തന്നെ ഇവിടെ തുറമുഖം വേണമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പോലും ചർച്ചയും ചിന്തകളും നടന്നിരുന്ന, പക്ഷേ ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ വർഷക്കാലം വിഴിഞ്ഞം എന്നുള്ളൊരു സാധ്യതയെ നമ്മൾ മുന്നിൽ കണ്ടില്ല, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയില്ല. കെ കരുണാകരൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ശ്രീ കെ കരുണാകരൻ്റെ ഗവൺമെൻറ് അന്ന് ശ്രീ എം വി രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ ചർച്ച നടക്കുകയും അന്ന് ഇതിനകത്ത് ടെൻഡർ നടപടിക്രമങ്ങൾ വരെ പൂർത്തിയാക്കി ഒരു ടെൻഡർ വിളിക്കുകയും അതിലൊരു ചൈനീസ് കമ്പനിയാണ്, ഒരു കമ്പനി മാത്രം ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ടും അത് ചൈനീസ് കമ്പനി ആയതുകൊണ്ട് മാത്രമാണ് അന്ന് നടക്കാതെ പോയത്. അതിനുശേഷം ശ്രീ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് വന്നു. ആ കാലഘട്ടത്തിലും ഇതിന് മറ്റു നടപടികളിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ ഒരു തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് മുതലാണ് വിഴിഞ്ഞത്തിന് യഥാർത്ഥത്തിൽ ഒരു സാധ്യതകൾക്ക്, അല്ലെങ്കിൽ ആ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകും എന്നുള്ള, ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു ചിന്ത ആ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് വന്നത്. അതിനുവേണ്ടി ശ്രമിച്ച ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ, രാഷ്ട്രീയ നേതാവിനെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ പുതിയ തുടക്കം കുറിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. അന്ന് നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഒരു ടെൻഡർ നടപടി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. 90% സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിനെ നേരിൽ കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും അതിൻ്റെ ഫലമായി അതിനുശേഷം പാരിസ്ഥിതിക അനുമതി ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ ടെൻഡർ നടപടിക്രമത്തിലേക്ക് പോയത്. ആ ടെൻഡർ വിളിച്ചപ്പോൾ അന്നും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ 3-4 കമ്പനികൾ ടെൻഡർ വാങ്ങി, 10 ലക്ഷം രൂപ കൊടുത്ത് ടെൻഡർ വാങ്ങി. പക്ഷേ ഒരു കമ്പനി പോലും ടെൻഡറിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അതോടുകൂടി നമ്മുടെ എല്ലാ സാധ്യതകളും മങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ആ സാധ്യതകളെ, അല്ലെങ്കിൽ ഇല്ലാതായ സാധ്യതകളെ, ആ വാതായനങ്ങളെ വീണ്ടും തുറക്കുകയും അതിൻ്റെ ഫലമായി ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ കരാറിലെത്തിക്കുകയും ചെയ്യുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു തുറമുഖം നടക്കും എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചതിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ചെറുതല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അന്ന് ഈ തുറമുഖം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അടുത്ത വഴി ആലോചിക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തയ്യാറായി എന്നുള്ളതാണ്. ഇന്ന് ശ്രീ പ്രൊഫസർ KV തോമസിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നേരിട്ട് തന്നെ അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികളുമായി ചർച്ച നടത്താൻ വേണ്ടി, അതിന് ഉള്ള ബന്ധങ്ങൾ, സാധ്യതകൾ, ശ്രീ KV തോമസ് അടക്കമുള്ളവരുടെ അവരുമായുള്ള ബന്ധങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി, അതോടൊപ്പം തന്നെ അന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അദാനി ഗ്രൂപ്പിൻ്റെ മായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, സത്യമാണ്, ഇന്നുമുണ്ട്. അപ്പോൾ അദാനി ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള എതിർപ്പ്, ശ്രീമതി സോണിയാഗാന്ധിക്കുള്ള എതിർപ്പ്, രാഹുൽ ഗാന്ധിക്കുള്ള എതിർപ്പ്, ആ എതിർപ്പ് മറികടക്കാൻ വേണ്ടി ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് തന്നെ അവരെ കാണുകയും ഒരു വികസന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ എതിർപ്പിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവരോട് നേരിട്ട് ചർച്ച നടത്താൻ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തുകയും അവരെ നേരിൽ കൊണ്ടുവരികയും ഈ കരാർ ഏറ്റെടുക്കുമെന്ന നടപടിക്രമങ്ങളിലേക്ക് പോവുകയും എല്ലാം ചെയ്തു. അന്ന് നമുക്ക് ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഈ ക്രെഡിറ്റ് അവകാശപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയേണ്ടത് അന്നത്തെ ദേശാഭിമാനിയിലെ വാർത്ത കൂടി ശരത്തൊന്ന് പരിശോധിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 5000 കോടി രൂപയുടെ അഴിമതി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കിന്നും സഭാരേഖകളിലുണ്ട്. എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചാലും അതല്ലെങ്കിൽ ഏതൊക്കെ ആക്ഷേപം കേൾക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകും, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, അതിൻ്റെ പേരിൽ
ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവിടെയാണ് നമുക്ക് ആ നിശ്ചയദാർഢ്യത്തെ കാണാൻ കഴിയുന്നത്.